ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നടന്ന LSS എക്സാമിൻ്റെ 2024 ഫെബ്രുവരിയിൽ നടന്ന LSS എക്സാമിൻ്റെ പാർട്ട് 1 ഒന്നാം ഭാഷ തുടങ്ങുന്ന സബ്ജക്റ്റുകളും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാം ഭാഷ മലയാളത്തിന് ആകെ 20 മാർക്കാണുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തേത്, കേരളീയ കലകൾ അഭ്യസിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി സ്ഥാപിതമായിട്ടുള്ള കൽപ്പിത സർവകലാശാല ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? കേരള കലാമണ്ഡലമാണ്. കേരള കലാമണ്ഡലം. 2, താളും തകരയും എന്ന പാഠം ഏതു കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഏതിൽ നിന്നാണ്? കയ്യെഴുത്തും തലയിലെഴുത്തും എന്ന കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം, കയ്യെഴുത്തും തലയിലെഴുത്തും. 3, സൂചനകളിൽ നിന്ന് തിരിച്ചറിയൂ. 2024 നൂറാം ചരമവാർഷികം ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നു. കായ്ക്കരയിൽ ജനനം, പരോധനം എന്ന കൃതി രചിച്ചു. സാഹിത്യകാരൻ ആരാണ്? കുമാരനാശാനാണ്. കുമാരനാശാൻ. 4, അക്ഷരമാല ക്രമത്തിൽ എഴുതുക. വൈദേശികം, വിജ്ഞാനം, വൃഷ്ടി, വേനൽ. എങ്ങനെയാണ് എഴുതേണ്ടത്? ആദ്യം വിജ്ഞാനം, പിന്നെ വൃഷ്ടി, പിന്നെ വേനൽ, അവസാനം വൈദേശികം. പിരിച്ചെഴുതുക. മടിയിലിരുത്തി. അതിന് നമ്മൾ എങ്ങനെ എഴുതുക? മടിയിൽ പ്ലസ് ഇരുത്തി. മടിയിൽ പ്ലസ് ഇരുത്തി. ഇനി 6ാമത്തെ ചോദ്യം നോക്കൂ. 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തന്നിട്ടുള്ളവയിൽ നിന്നും തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നിനും 1 സ്കോർ വീതമാണ്. 6ാമത്തേത്, താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ പദങ്ങളും ശരിയായി എഴുതിയ കൂട്ടം ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിയായ കൂട്ടം ഏതാണെന്ന് വായിക്കാം. വന്ദിക്കുക, അതുപോലെ തന്നെ അബ്ദം, അത് കഴിഞ്ഞാൽ അന്തരംഗം, അത് കഴിഞ്ഞാൽ മൃഷ്ടാന്നം. ഓക്കെ, അപ്പോൾ ഏതാണ് ഇതിൽ ശരിയായത് എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. ഇനി 7, കതിരിൽ വളം വെക്കുക എന്ന പ്രയോഗത്തിൻ്റെ ആശയവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് ചെയ്താൽ പ്രയോജനമില്ല. നെൽക്കതിർ വരുമ്പോൾ വളം ചെയ്യുന്നതാണ് നല്ലത്. ആവശ്യം കഴിയുമ്പോൾ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തും സ്ഥലത്തും ചെയ്തില്ലെങ്കിൽ ഫലമില്ല. ഇതിലേതാണ് കതിരിൽ വളം വെക്കുക എന്ന പ്രയോഗത്തിന് ആശയമായി ബന്ധപ്പെട്ടത്? നെൽക്കതിർ വരുമ്പോൾ വളം ചെയ്യുന്നതാണ് നല്ലത് എന്നതാണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി 8ാമത്തെ ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ ചിഹ്നം ചേർത്ത് എഴുതിയത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇവിടെ തന്നിട്ടുള്ളത്? മറിച്ചാണ് തിരുമനസ്സേ, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബീർബൽ പറഞ്ഞു. മറിച്ചാണ് തിരുമനസ്സേ, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബീർബൽ പറഞ്ഞു. മറിച്ചാണ് തിരുമനസ്സേ, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇതിലെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഉത്തരം ബി ആണ്. ഓക്കെ, അതാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. ഇനി വിചിത്രം എന്ന വാക്കിൻ്റെ അർത്ഥമായി വരാത്തത് ഏത്? പ്രസിദ്ധം, പല നിറം, മനോഹരം, അത്ഭുതകരം. ഏതാണ്? പ്രസിദ്ധം എന്നതാണ് അർത്ഥമായി വരാത്ത പദം എന്ന് പറയുന്നത്. 10, കഥകളിയിൽ പച്ചവേഷത്തിൽ പെടാത്ത കഥാപാത്രം ഏത്? ധർമ്മപുത്രൻ, ശ്രീകൃഷ്ണൻ, നളൻ, ദയമന്തി. ഏതാണ്? ദയമന്തിയാണ്. ഇനി 12 നോക്കൂ. 12ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 11ാമത്തെ ചോദ്യമാണ്. ഇതിൽ 11ാമത്തിൽ ഓപ്ഷൻ ഉണ്ട്. പി മധുസൂദനൻ്റെ ശലഭത്തിൻ്റെ ലോകം എന്ന കവിതയിലെ ഏതാനും വരികളാണ് തന്നിരിക്കുന്നത്. ഇവിടെ കവിത നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഇതിലെ ചോദ്യം എന്ന് പറയുന്നത്, ഭംഗി എന്ന അർത്ഥത്തിൽ ശലഭത്തിൻ്റെ ലോകം എന്ന കവിതയിൽ മനോഹരം, മനോജ്ഞം എന്നീ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതേ അർത്ഥത്തിൽ കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? അഴക് എന്നതാണ് അത്. അഴക്. ഇനി 4ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ ശലഭങ്ങളുടെ മനോഹാരിത വർണ്ണിക്കുന്ന കുട്ടിയും തള്ളയും എന്ന കവിത നിങ്ങൾ പഠിച്ചല്ലോ. ആ കവിത ഏതു കൃതിയിലേതാണ്? പുഷ്പമടയാടി എന്ന കവിതയിലേതാണ്. ഇനി മുകളിലെ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് 12ാമത്തെയാണ്. നിധി എന്ന കുട്ടി യാത്രക്കിടയിൽ കണ്ട സംഭവം ഡയറി കുറിപ്പായി എഴുതിയതാണ് ചുവടെ. താഴെ നമുക്ക് ഡയറി തന്നിട്ടുണ്ട്. ചോദ്യം, ഡയറി കുറിപ്പിൽ ജനത്തിരക്കിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം ഏതാണ്? ഏത് പ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഏതാണ്? സൂചി കുത്താനിടമില്ല എന്നുള്ളതാണ്. സൂചി കുത്താനിടമില്ല എന്ന് പറഞ്ഞാൽ അവിടെ അത്രയും തിരക്കാണ് എന്നാണ് അർത്ഥം. പെട്ടെന്ന് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്?
ഞൊടിയിടയിൽ എന്നാണ്. ഞൊടിയിടയിൽ എന്നുള്ളതാണ്. നിധിയുടെ ഡയറിയിലെ അടിസ്ഥാനമാക്കി ഒരു പത്രവാർത്ത തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ തയ്യാറാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 3 മാർക്കാണ് അതിന്. ഇനി അടുത്തത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിന് 10 മാർക്കാണ്. ഓക്കെ, ഇതിലെ 13ാമത്തെ ചോദ്യം, റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. It was a summer fair. People walked to the fairground through the narrow line. Some of them walked and some rode off horses. Some others came on pullock carts. The boy was fascinated by toys and stopped to have a close look at them. ഇതിലെ A ചോദ്യം, people reached the fair through the narrow line. ഫൈൻഡ് ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ദ നാരോ. ഇവിടെ നാരോ എന്നതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് കണ്ടുപിടിക്കേണ്ടത്. നാരോ എന്ന് പറഞ്ഞാൽ ചെറിയ നാരോ ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ രീതിയിൽ വളരെ നേരിയത് എന്നൊക്കെ പറയാം. തിന്ന്, ലോങ്, വൈഡ്, ബ്രോഡ്. ഏതാണ്? ബ്രോഡ് എന്നുള്ളതാണ്. ബ്രോഡ് എന്ന് പറഞ്ഞാൽ വിശാലമായത്. അതാണ് നാരോയിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ബി ചോദ്യം, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ചൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫ്രം ദോസ് ഗിവൺ ബിലോ. ദ ബോയ് വെൻ ടു ദ സമ്മർ ഫെയർ ഡാഷ് ഹിസ് പാരൻറ്റ്. ടു, വിത്ത്, ഓഫ്, ത്രൂ. അവിടെ എന്താണ്? വിത്ത് ഹിസ് പാരൻറ്റ് എന്നാണ് വരേണ്ടത്. ഓക്കെ, വിത്ത് ഹിസ് പാരൻറ്റ്. ഇനി സി ചോദ്യം, ദ ഗിവൺ പാസേജ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഫയർ. പ്രിപ്പയർ എ റൈറ്റപ്പ് അബൌട്ട് എ ഫെയർ ഓർ ഫെസ്റ്റിവൽ യു ഹാവ് വിസിറ്റഡ്. നിങ്ങൾ വിസിറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു ഫെയറിനെയോ ഫെസ്റ്റിവലിനെയോ കുറിച്ചിട്ട് ഒരു റൈറ്റപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് 3 മാർക്കാണ്. ഇനി ഇതിലെ 14th ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. Children gathered in the courtyard of the palace with flowery pots. The courtyard had turned into a bucket. The king looked at the children. Their faces are very shining with hope. The king sighed. He was not at all happy. A ചോദ്യം, complete the sentence using the correct word from those given below. The children who gathered in the courtyard were disappointed, angry, hopefully, sad. എങ്ങനെയാണ്? അവർ ഹോപ്പ്ഫുള്ളി ആണ് അല്ലേ, ഹോപ്പ്ഫുള്ളായിട്ടാണ് അവിടെ ഗ്യാദർ ചെയ്തത്. അപ്പോൾ അവിടെ ഹോപ്പ്ഫുൾ എന്നുള്ള സി ഓപ്ഷനാണ് ശരിയായത്. ബി, സെലക്ട് എ സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ബാക്കറ്റ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇഫ് ക്രൗഡ് ഈസ് റിലേറ്റഡ് ടു പീപ്പിൾ, ബൊക്കറ്റ് ഈസ് റിലേറ്റഡ് ടു സ്റ്റാർസ്, ഫ്ലവർ, കളേഴ്സ്, ട്രീസ്. എന്താണ്? ഫ്ലവേഴ്സിനെയാണ് നമ്മൾ ബൊക്കറ്റ് എന്ന് പറയുക അല്ലേ, അല്ലേ. അപ്പോൾ അവിടെ ഫ്ലവേഴ്സ് എന്നാണ് ശരിയായ ഉത്തരം. See, how the king sighed. He was not at all happy. Why was the king unhappy? എന്തുകൊണ്ടാണ് അവിടെ കിങ് അൺഹാപ്പി ആയത്? അഥവാ നമ്മൾ കുറച്ച് സെൻറ്റൻസ് ആയിട്ട് പാരഗ്രാഫ് ആയിട്ടാണ് എഴുതേണ്ടത്. 3 സ്കോറാണ് അതിലുള്ളത്. ഇനി അടുത്തത് പൊതുവിജ്ഞാനമാണ് നോക്കാനുള്ളത്. ഇതിന് ടോട്ടൽ 10 മാർക്കാണ്. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം പറയാം, പഞ്ചാബാണ്. ഓക്കെ, ഇനി 16ാമത്തെ ചോദ്യം, ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക് 2023 വയലാർ അവാർഡ് ലഭിച്ച എഴുത്തുകാരൻ ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. 17, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി കേരള സർക്കാർ നടപ്പിലാക്കിയ ഏത് പദ്ധതിയുടെ ലോഗോയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്? ആ പദ്ധതിയുടെ പേരാണ് എഴുതേണ്ടത്. അതാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. ഇനി 18ാമത്തെ ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പേടക പദ്ധതി ഏതാണ്? ഗഗൻയാൻ എന്നതാണ്. ഓപ്ഷൻ ഡി ആണ്. 19, ക്ലാസിക്കൽ നൃത്തരൂപമായ ഭരതനാട്യം രൂപം കൊണ്ടത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്. 20, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ അംഗമായ ആദ്യ മലയാളി താരം ആരാണ്? മിന്നുമണി. ഓപ്ഷൻ സി ആണ്. 21, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച ലോകമാന്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അതാണ് ബാലഗംഗാധര തിലക്. ഇനി 22, ഇന്ത്യയിലെ ശിശുദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ജവഹർലാൽ നെഹ്റു. 23, ജനുവരി 2024 കൊല്ലത്ത് വെച്ച് നടന്ന കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി സ്വർണ്ണക്കപ്പ് കരസ്ഥമാക്കിയ ജില്ല ഏതാണ്? 2024 ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. 24ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞൻ ആരാണ്? MS സ്വാമിനാഥൻ. അപ്പോൾ ഇത്രയുമാണ് പാർട്ട് 1 എന്ന് പറയുന്നത്. 24 ചോദ്യങ്ങളാണ്. അവയുടെ ഉത്തരങ്ങൾ നമ്മൾ നോക്കി. പാർട്ട് 2 നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.